ഇന്ത്യ പഴയ ഇന്ത്യയല്ല. എല്ലാറ്റിനും വന്നുകഴിഞ്ഞു വലിയ മാറ്റങ്ങൾ. നമ്മുടെ നഗരങ്ങൾ മാനം മുട്ടെ വളർന്നു. അവ പുതിയ വികസനത്തിന്റെ അടയാളങ്ങൾ വരച്ചു. ക്ലാസ് മുറികൾ ചോക്ക് ബോർഡുകളിൽ നിന്ന് സ്മാർട്ട് ബോർഡുകളിലേക്ക് വഴിമാറി. നമ്മൾ ഉപഗ്രഹങ്ങളും സ്റ്റാർട്ടപ്പുകളും സൂപ്പർ കമ്പ്യൂട്ടറുകളും നിർമ്മിച്ചു. നമ്മൾ കടലുകൾ കടന്നു, ആഗോള ബ്രാൻഡുകൾ സ്ഥാപിച്ചു, പുതിയ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി. പക്ഷേ ഇത്രയൊക്കെ മാറിയിട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരൊറ്റ കാര്യമുണ്ട്: നമ്മുടെ കുട്ടികൾ ഭാവി തിരഞ്ഞെടുക്കുന്ന രീതി. ഇനി അടുത്തതെന്താ പ്ലാൻ എന്ന ചോദ്യത്തിന് പലപ്പോഴും അവർക്ക് മുന്നിലുള്ള ഓപ്ഷൻസ് തലമുറകളായി കേട്ടുപഴകി വരുന്ന ഉത്തരങ്ങളായ ഡോക്ടർ, എഞ്ചിനീയർ, IAS ഇതൊക്കെ തന്നെയാണ്. ലോകം പൂർണ്ണമായി ട്രാൻസ്ഫോം ചെയ്യപ്പെടുമ്പോഴും അവസരങ്ങൾ പെരുകുമ്പോഴും കരിയർ ഗൈഡൻസ് മാത്രം ഒരു മാറ്റവുമില്ലാതെ കാലഹരണപ്പെട്ട് സ്റ്റക്കായി നിൽക്കുന്നു. ഇന്നത്തെ കാലത്ത് കരിയറുകൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഹെൽത്ത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലീൻ എനർജി, സ്പേസ് ടെക്നോളജി, ക്രിയേറ്റീവ് ഡിസൈൻ, ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്നു തുടങ്ങി നമുക്ക് ചുറ്റും അവസരങ്ങൾ അനവധിയാണ്. 1000 പുതിയ സാധ്യതകൾ മുന്നിലുണ്ട്. പക്ഷേ ഏത് വഴിയാണ് താൻ സഞ്ചരിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പം പല കുട്ടികളെയും തെറ്റായ ഓപ്ഷൻസിലേക്ക് എത്തിക്കുന്നു. വളരെ ക്രിയേറ്റീവ് മൈൻഡായ ഒരു കുട്ടി കേവലം കോച്ചിംഗ് സെന്ററുകളിലെ ചുമരുകൾക്കുള്ളിൽ കുടുങ്ങി ഒടുവിൽ തന്റെ കഴിവുകൾ തിരിച്ചറിയാതെ സെൽഫ് ഡൌട്ടിൽ അകപ്പെട്ട് താൻ ഒരു തോൽവിയാണെന്ന് വിധിയെഴുതുന്നു. കഴിവില്ലാത്തതുകൊണ്ടല്ല ഇതൊക്കെ സംഭവിക്കുന്നത്, അറിവില്ലായ്മ കൊണ്ടാണ്. കരിയർ ലിറ്ററസിയുടെ അഭാവം മൂലമാണ്. കണക്കുകൾ പ്രകാരം നമ്മുടെ ബിരുദധാരികളിൽ 54.81% പേർക്ക് മാത്രമാണ് ഒരു തൊഴിലിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. 10ൽ 1 വിദ്യാർത്ഥിക്ക് മാത്രമേ ശരിയായ സമയത്ത് പ്രൊഫഷണൽ ഗൈഡൻസ് ലഭിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരാകട്ടെ ചുറ്റുമുള്ളവരുടെ വാക്കുകൾ കേട്ട് യാതൊരു ലക്ഷ്യബോധവുമില്ലാതെയാണ് കരിയറിന്റെ മുന്നോട്ടുള്ള ചുവടുകൾ വയ്ക്കുന്നത്. നമ്മുടെ കയ്യിലെ ഉപകരണങ്ങൾ മാറി, പക്ഷേ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. പഠനരീതികൾ പുതിയതായി, പക്ഷേ എന്ത് പഠിക്കണം, എങ്ങനെ തെരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ ഇന്നും ഒരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കഥ മാറ്റിയെഴുതാൻ തീരുമാനിച്ചത്. കാരണം ഇന്ത്യയുടെ ഭാവി കെട്ടിപ്പടുക്കേണ്ടത് ഡിഗ്രികൾ കൊണ്ടല്ല, കൃത്യമായ തീരുമാനങ്ങൾ കൊണ്ടാണ്. കരിയർ ലിറ്ററസി ഒരു ആശയമല്ല, അതൊരു മൂവ്മെന്റാണ്. ഓരോ വിദ്യാർത്ഥിക്കും ഒരു വ്യക്തമായ കരിയർ പാത സൃഷ്ടിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. വിദ്യാർത്ഥികൾക്ക് സ്വയം തിരിച്ചറിയാനും ലോകത്തെ തൊഴിൽ മേഖലകളെ അടുത്തറിയാനും വ്യക്തമായൊരു ലക്ഷ്യരേഖ വരയ്ക്കാനും ചുറ്റും വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനും അവരെ പ്രാപ്തമാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവരുടെ ശക്തികൾ, മൂല്യങ്ങൾ, സ്വപ്നങ്ങൾ കൂടാതെ അവർ ആരാണെന്ന് സ്വയം കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കുന്നു. ഒരു വഴി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയെ ആദ്യം മനസ്സിലാക്കണം. സ്വയം തിരിച്ചറിവ് ഒരു ആഡംബരമല്ല, അത് അനിവാര്യമാണ്. അവർ ഭാവി മാറ്റിയെഴുതാൻ കഴിവുള്ളവരാണ്. എവിടെ ആശയക്കുഴപ്പമുണ്ടോ അവിടെ വ്യക്തതയുടെ വെളിച്ചം പരത്തുന്നു. ഒരു വിദ്യാർത്ഥി ദിശാബോധം കണ്ടെത്തുമ്പോൾ ഒരു കുടുംബം സമാധാനം കണ്ടെത്തും. ഒരു തലമുറ അവബോധത്തോടെ തീരുമാനമെടുക്കാൻ പഠിക്കുമ്പോൾ ഒരു രാജ്യം ലക്ഷ്യം കണ്ടെത്തുന്നു.